നമസ്തേ. നിങ്ങൾ കേൾക്കുന്നത് പ്രേം അൻമോൾ ഹോദ ഹൈവാണി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് വാണി. കഴിഞ്ഞ എപ്പിസോഡിൽ വിവാഹം വിഘ്നങ്ങളില്ലാതെ നടക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു. ഇന്ന് നിങ്ങൾ കേൾക്കും രാശിയിൽ നേരിട്ട ഭീകരമായ ഭയാനകതയെക്കുറിച്ച്. അവളുടെ കഴിഞ്ഞകാലത്തെ വില്ലൻ ജഡ് നഗരത്തിലെത്തിയിരിക്കുന്നു. അൽക്കമാം നൽകിയ ഉടനടിയുള്ളതും രഹസ്യവുമായ സരസ്വതി യെപ്പോലെയുള്ള പരിഹാരം, എന്റെ 7 അടികൾക്കൊപ്പം ആത്മാക്കളുടെ അനുസന്ധാനം. അതോടൊപ്പം എല്ലാവരിലും നിന്ന് ഒളിപ്പിച്ചുവെച്ച രാശീലിന്റെ കഴിഞ്ഞകാലത്തെ പൂർണ്ണരൂപവും. ജഡിന്റെ വരവും രാശീലിന്റെ ഭയവും. ഭീകരമായ വെപ്രാളം. രാശീൽ എന്നെ കാണാൻ വന്നു, പക്ഷേ മൈലുകളോളം ഓടുവന്നതുപോലെ അവൾ കിതയ്ക്കുന്നുണ്ടായിരുന്നു. കാരണം ദഴിയിൽ ഒരു ചായക്കടക്കെടുത്ത് അവൾ ജഡിനെ കണ്ടു. രഹസ്യം വെളിപ്പെടുമോ എന്ന ഭയം. രാശീൽ ഭീതിയിലായിരുന്നു. ജഡ് തന്റെ ശ്രമങ്ങളിൽ പരാജയപ്പെട്ടതിനാൽ ഇപ്പോൾ വിവാഹസമയത്ത് തന്റെ കഴിഞ്ഞകാലം വെളിപ്പെടുത്തുമെന്ന് അവൾ ഭയപ്പെട്ടു. മാമിന്റെ ഉടനടിയുള്ള നടപടി. ഞാൻ ഉടൻ തന്നെ അൽക്കമാമിനെ വിളിച്ചു. അവരുടെ ഗംഭീരമായ ശബ്ദം കേട്ടു. വാണി, നീ രാശീലിനെ നിന്റെ വീട്ടിൽ തന്നെ നിർത്തൂ. എന്റെ അടുത്ത നിർദ്ദേശം വരെ നിങ്ങൾ രണ്ടുപേരും വീട്ടിൽ തന്നെ ഇരിക്കുക. ഞാൻ എല്ലാ ക്രമീകരണങ്ങളും ചെയ്യാം. മാമിന്റെ സരസ്വതി പരിഹാരം. സുരക്ഷാ വലയം. അൽക്കമാം പോലീസ് സൂപ്രണ്ടിന്റെ ചുവന്ന ബീക്കൺ കാർ അയച്ച് ഞങ്ങളെ തന്റെ വീട്ടിലേക്ക് വിളിച്ചുവരുത്തി. അവർ പരാഗിനും സ്വപ്നിലിനുമൊപ്പം ഞങ്ങളെ തന്റെ മുറിയിൽ ഇരുത്തി വാതിലടച്ചു. അത്യന്തം രഹസ്യം. മാം പോലീസ് കമ്മീഷണറുമായി സംസാരിച്ച് സാധാരണ വേഷത്തിൽ നിരീക്ഷണം ഏർപ്പെടുത്തി. ജഡിനെ നഗരത്തിന് പുറത്തേക്ക് തുരത്തിയ ശേഷം മാത്രമേ നടപടിയെടുക്കൂ എന്നും ആർക്കും ഞങ്ങളെ അവനുമായി ബന്ധിപ്പിക്കാൻ കഴിയില്ലെന്നും അവർ ഉറപ്പു നൽകി. എന്റെ വിശ്വാസം മാം സരസ്വതിയാണെന്ന് എനിക്ക് തോന്നി. എന്റെ പപ്പിയുമായുള്ള അവരുടെ വിവാഹ ആഗ്രഹമൊഴികെ അവർ ഏറ്റെടുത്ത ഒരു കാര്യവും പൂർത്തിയാകാതിരുന്നിട്ടില്ല. 7 അടികളും ആത്മാക്കളുടെ അനുസന്ധാനവും. വിഘ്നങ്ങളില്ലാത്ത വിവാഹം. മാമിന്റെ പരിഹാരം കാരണം ജഡിന്റെ വിവരമൊന്നും ലഭിച്ചില്ല. എന്റെ വിവാഹ ചടങ്ങുകളെല്ലാം ഒരാഴ്ചക്കാലം പദ്ധതിയനുസരിച്ച് നടന്നുപോയി. വീണ്ടും ജീവിത പങ്കാളികൾ. അഗ്നിസാക്ഷിയായി 7 അടികൾ വെച്ച ശേഷം സ്വപ്നിലും ഞാനും ഈ ജന്മത്തിൽ ഒരിക്കൽ കൂടി ജീവിതകാലം മുഴുവൻ തോഴരായിരിക്കാൻ പോകുന്ന പങ്കാളികളായി. ഞങ്ങളുടെ ആത്മാക്കൾ രൂപങ്ങൾ മാറി മാറി ഒന്നിച്ച് നടക്കുന്ന പാരമ്പര്യം ഉറപ്പായി. ജഡിന്റെ അപൂർണ കഥ വെളിപ്പെടുന്നു. രാശീലിന്റെ പ്രതികാരം. കല്യാണം കഴിഞ്ഞ് 5 ദിവസത്തിനു ശേഷം മാം ഞങ്ങളെ തന്റെ മുറിയിലേക്ക് വിളിച്ച് രാശീലിന്റെ കഴിഞ്ഞകാല കഥ മുഴുവൻ പറഞ്ഞു. രാശീൽ ഓടിപ്പോയതിനു ശേഷം ജഡ് പരിക്കേറ്റ് കിടന്നു. സുഖം പ്രാപിച്ചപ്പോൾ രാശീലിനെ ജീവനോടെ വിടില്ലെന്ന് തീരുമാനിച്ചു. ജഡിന്റെ ഭ്രാന്ത്. രാശീൽ ഇന്ത്യയിലെത്തിയെന്ന് അറിഞ്ഞപ്പോൾ ജഡ് അപകടകരമായ തീരുമാനത്തോടെ ബൈക്കിൽ പുറപ്പെട്ടു. അൽക്കമാമിന്റെ വീട് വരെ എത്തിയിട്ടും അവന് രാശീലിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പോലീസുമായി സംഘർഷം. ഒരു ദിവസം ട്രാഫിക് പോലീസ് അയാളെ തടഞ്ഞു. രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ അയാൾ ഒരു പോലീസുകാരനെ പരിക്കേൽപ്പിച്ചു. ജഡ് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ തന്റെ ബൈക്ക് ഒരു മരത്തിനു പിന്നിൽ ഒളിപ്പിച്ചു. പക്ഷേ താൻ സുരക്ഷിതനാണെന്ന് കരുതി ഒരു ദാബക്കെടുത്ത് ഭക്ഷണം കഴിക്കാൻ നിന്നു. അവിടെ 2 പോലീസുകാർ അവന്റെ കട്ടിലിന് അരികിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ജഡ് ഇപ്പോൾ പിടിക്കപ്പെടുമോ? രാശീലിന്റെ കഴിഞ്ഞകാലം എന്നേക്കുമായി അവസാനിക്കുമോ? കഴിഞ്ഞകാലത്തിന്റെ നിഴൽ. പ്രണയത്തിന്റെ അചഞ്ചലമായ ബന്ധം. ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കം. പ്രേം അൻമോൾ ഹോദ ഹൈവാണി യിൽ നിങ്ങൾ കേൾക്കും. എപ്പിസോഡ് 70. കഴിഞ്ഞകാലത്തെ നിഴൽ. ജഡിന്റെ ഭീകരത. മാമിന്റെ സരസ്വതി പരിഹാരം. അടുത്ത ദിവസം രാശീൽ എന്നെ വിളിച്ച് തന്നെ കാണാൻ വരുന്നു എന്ന് പറഞ്ഞു. നമ്മൾ പഴയതുപോലെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാമെന്നായിരുന്നു അവളുടെ പ്ലാൻ. പരിഷ്ണയെ പരാഗിന്റെ അടുത്ത് വിട്ടിട്ട് രാശീൽ എന്റെ വീട്ടിൽ വന്നു. ആ സമയത്ത് അവൾ വല്ലാതെ ഭയപ്പെട്ടിരുന്നു. മൈലുകളോളം ഓടുവന്നതുപോലെ അവൾ കിതയ്ക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ആങ്കുലമായി. 1 മണിക്കൂർ മുമ്പെയാണല്ലോ ആവേശത്തോടെ എന്നോട് ഫോണിൽ സംസാരിച്ചത്. ഇത്ര കുറഞ്ഞ സമയത്തിനുള്ളിൽ എന്തുപറ്റി? ഞാൻ അവളുടെ തോളിൽ പിടിച്ച് എന്റെ കട്ടിലിനടുത്ത് കൊണ്ടുപോയി കിടത്തി. അവൾക്ക് ഒന്നും സംസാരിക്കാൻ കഴിയുന്നില്ലെന്ന് എനിക്ക് തോന്നി. ഞാൻ ഉടൻ തന്നെ അടുക്കളയിൽ പോയി ഗ്ലാസിൽ വെള്ളം കൊണ്ടുവന്നു. അവളെ ഇരുത്തി കട്ടിലിൽ ചാരിയിരുത്തി. ഗ്ലാസ് അവളുടെ ചുണ്ടിന് അരികിൽ വെച്ചു. അവൾ ആ ഗ്ലാസ് വെള്ളം മുഴുവൻ കുടിച്ചു. ഇപ്പോൾ അവളുടെ ശ്വാസം അല്പം നേരെയായതുപോലെ തോന്നി. നിനക്ക് സുഖമില്ലേ എന്ന് അവളുടെ നെഞ്ചിൽ ഒഴിഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചു. വാണി, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വഴിയിൽ ഒരു ചായക്കടക്കെടുത്ത് ജഡിനെ കണ്ടു. രാശീൽ കടുത്ത ആശങ്കയിലായിരുന്നു. ഇതെങ്ങനെ സാധിക്കും? നിനക്ക് എന്തെങ്കിലും തോന്നിയതാണോ? അവൻ നിന്നെ കണ്ടോ? എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇല്ല വാണി, അത് അവൻ തന്നെയായിരുന്നു. ഞാൻ കാറിലായിരുന്നു. ചില്ലുകൾ ഇട്ടിരുന്നു, അതുകൊണ്ട് അവൻ എന്നെ കണ്ടിട്ടുണ്ടാകില്ല, രാശീൽ പറഞ്ഞു. ഇതൊരു യാദൃശ്ചികമാണെന്ന് ഞാൻ കരുതുന്നില്ല. തീർച്ചയായും നീ ജലന്ധറിലുണ്ടെന്ന വിവരം അവന് ലഭിച്ചിട്ടുണ്ടാകും. നീ ഇവിടേക്ക് വന്നെന്നും അവൻ അറിഞ്ഞു കാണും. അവന്റെ ഉദ്ദേശ്യം ശരിയല്ല. ഞാൻ ഇപ്പോൾ തന്നെ മാമിനോട് പറയണം എന്ന് ഞാൻ തീരുമാനിച്ച് ഉടൻ മൊബൈലിൽ വിളിച്ചു. രാശീൽ വെറുതെ ഇരിക്കുകയായിരുന്നു. മാം ഫോൺ എടുത്ത ഉടൻ തന്നെ ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. വാണി, നീ രാശീലിനെ നിന്റെ വീട്ടിൽ തന്നെ നിർത്തൂ. ആര് വന്നാലും വാതിൽ തുറക്കരുത്. എന്റെ അടുത്ത നിർദ്ദേശം വരെ നിങ്ങൾ രണ്ടുപേരും അകത്തുതന്നെ ഇരിക്കുക.
ഞാൻ എല്ലാ ക്രമീകരണങ്ങളും ചെയ്യാം, മാം ഗംഭീരമായി എന്നാൽ ധൈര്യത്തോടെ പറഞ്ഞു. കോൾ കട്ടായി. ഞങ്ങളുടെ സംസാര പ്ലാനുകൾ വഴിമുട്ടി. ഞാൻ രാശീലിന് ധൈര്യം കൊടുക്കുന്നു, ഒന്നും സംഭവിക്കില്ലെന്ന് അവളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. വാണി എന്റെ കഴിഞ്ഞകാല കാര്യങ്ങളെല്ലാം ബുസി വളരെ ബുദ്ധിപൂർവ്വം ആരോടും അറിയിക്കാതെ ഒളിപ്പിച്ചു വെച്ചതാണ്. ഇപ്പോൾ ബന്ധുക്കളെല്ലാം വരുന്ന സമയത്ത് ഈ മനുഷ്യൻ കാരണം എല്ലാവരും വിവരമറിയുമോ എന്ന് എനിക്ക് പേടിയുണ്ട്. അവൾ ധൈര്യശാലിയായ സിഖ് പെൺകുട്ടിയാണെങ്കിലും തന്റെ മാനത്തെക്കുറിച്ച് പേടിക്കുന്നുണ്ടായിരുന്നു. രാശീൽ, മാം എല്ലാം ശരിയാക്കും. അവരെക്കുറിച്ച് നിനക്കറിയാമല്ലോ, എനിക്ക് മാമിന് വിശ്വാസമുണ്ട്. ജലന്ധറിലെ ഞങ്ങളുടെ വീട്ടിൽ നടന്ന വലിയ ആഘോഷം കാരണമാണ് ഈ പ്രശ്നം വന്നതെന്ന് എനിക്ക് തോന്നുന്നു, രാശീൽ ഊഹിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് മാമിന്റെ കോൾ വന്നത്. വാണി, ഇപ്പോൾ തന്നെ പോലീസ് സൂപ്രണ്ടിന്റെ ചുവന്ന ബീക്കൺ കാർ നിങ്ങളുടെ വീടിന് മുന്നിലെത്തും. നിങ്ങൾ രണ്ടുപേരും അതിൽ കയറി ഇവിടേക്ക് വരൂ. സുരക്ഷയ്ക്കായി നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതാണ് നല്ലത്, മാം നിർദ്ദേശിച്ചു. രാശിയിൽ വന്ന കാർ മാം നേരത്തെ തന്നെ തിരിച്ചയച്ചിരുന്നു. ഞങ്ങൾ പോലീസ് കാറിൽ കയറുമ്പോൾ ചുറ്റുമുള്ളവരെല്ലാം ആകാംക്ഷയോടെ നോക്കുന്നുണ്ടായിരുന്നു. ചില പരിചയക്കാർ തലയാട്ടി ഞങ്ങളെ അന്വേഷിച്ചു. ഇപ്പോൾ വാണിയുടെ കോണ്ടാക്റ്റുകൾ വളരെ വലുതായിരിക്കുന്നു. അവളുടെ തലവരയിൽ രാജകീയ ജീവിതമാണുള്ളത് എന്ന് ചിലരടക്കം പറയുന്നത് എന്റെ ചെവിയിലെത്തി. കുറച്ചു സമയത്തിന് ശേഷം മാം പറഞ്ഞതുപോലെ ഞങ്ങൾ അവരുടെ വീട്ടിലെത്തി. ഞങ്ങൾ എത്തിയ ഉടനെ സ്വപ്നിൽ ഞങ്ങളെ നേരെ മാമിന്റെ മുറിയിലേക്ക് കൊണ്ടുപോയി. അവിടെ പരാതി നേരത്തെ തന്നെ മാമിനൊപ്പമുണ്ട്. സ്വപ്നിൽ മുറി ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്തു. ഞാൻ പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണറുമായി സംസാരിച്ചു. ഞങ്ങളുടെ വീടിന് ചുറ്റും സാധാരണ വേഷത്തിൽ പോലീസ് നിരീക്ഷണം ഏർപ്പെടുത്തി. സംശയകരമായി എന്തു കണ്ടാലും നടപടിയെടുക്കാൻ പോലീസ് തയ്യാറാണ്. ഇതെല്ലാം വളരെ രഹസ്യമായി നടക്കും, മാം പറഞ്ഞു. ബുസി, ഇതുവരെ ഒളിപ്പിച്ചുവെച്ച കാര്യങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞാൽ എനിക്ക് ആർക്കും മുഖം കാണിക്കാൻ കഴിയില്ല. രാശിയിൽ കണ്ണിരൊഴുക്കി. ഞാൻ കമ്മീഷണറോട് ഇത് രഹസ്യമായി കൈകാര്യം ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഉറപ്പു നൽകി. ജെഡിനെ നഗരത്തിന് പുറത്തേക്ക് അയച്ച ശേഷം മാത്രമേ നടപടിയെടുക്കൂ. അത് ആർക്കും ഞങ്ങളുമായി ബന്ധിപ്പിക്കാൻ കഴിയില്ല. നമ്മൾ ശ്രദ്ധിക്കണം, പക്ഷേ ആകുലത വേണ്ട, മാം വ്യക്തമാക്കി. മാം പ്രവർത്തിക്കുന്ന രീതി എനിക്കറിയാം. അവർ ഉറപ്പു നൽകിയാൽ നമ്മൾ ആകുലപ്പെടേണ്ടതില്ല. അവർ എനിക്ക് സരസ്വതി ദേവിയെപ്പോലെയാണ്. എന്റെ പപ്പയുമായുള്ള അവരുടെ വിവാഹ ആഗ്രഹമൊഴികെ അവർ ഏറ്റെടുത്ത ഒരു കാര്യവും അപൂർണമായിട്ടില്ല. എല്ലാം അവർ വിചാരിച്ചതുപോലെ നടക്കും. പോലീസുകാർ ജെഡിനെ എന്തു ചെയ്തുവെന്ന് ആർക്കും നേരിട്ടറിയാൻ കഴിഞ്ഞില്ല. എന്റെ വിവാഹ ചടങ്ങുകളെല്ലാം ഒരാഴ്ചക്കാലം പദ്ധതിയനുസരിച്ച് നടന്നുപോയി. അഗ്നിസാക്ഷിയായി 7 അടികൾ വെച്ച ശേഷം സ്വപ്നിലും ഞാനും ഈ ജന്മത്തിൽ വീണ്ടും ഒരുമിച്ചു പോകുന്ന പങ്കാളികളായി. ഞങ്ങളുടെ ആത്മാക്കൾ രൂപങ്ങൾ മാറി മാറി ഒന്നിച്ച് നടക്കുമെന്ന കാര്യം ഈ ജന്മത്തിലും ഉറപ്പായി. വിവാഹത്തിനെത്തിയ അതിഥികളെല്ലാം മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിവാഹം കഴിഞ്ഞ് 5 ദിവസത്തിനു ശേഷം രാശിയിൽ പരാഗ് ദമ്പതികളും മടങ്ങണം. അതിന് ഒരു ദിവസം മുമ്പ് മാം ഞങ്ങളെ വീണ്ടും തന്റെ മുറിയിലേക്ക് വിളിച്ചു. കാര്യം എന്താണെന്ന് ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു. അവർ പറഞ്ഞത് ഒരു കഥയായി താഴെ നൽകുന്നു. സീൻ ചേഞ്ച്. രാശിയിൽ ജെഡിനെ പരിക്കേൽപ്പിച്ച് ഓടിപ്പോയി. 1 മണിക്കൂർ നേരം അവൻ വേദന കൊണ്ട് പൊളിയുകയായിരുന്നു. വൈകിയിരുന്നെങ്കിൽ അവൻ മരിച്ചേനെ. പക്ഷേ അപ്പോഴാണ് അവന്റെ വീട്ടുകാർ വന്നത്. അവർ ജെഡ് അബോധാവസ്ഥയിൽ കിടക്കുന്നത് കണ്ടു. രാശിയിലിന്റെ വിവരമൊന്നുമില്ല. അവിടെ എന്താണ് നടന്നതെന്ന് അവർക്ക് മനസ്സിലായി. പോലീസിനെ അറിയിക്കാൻ അവർക്ക് താൽപ്പര്യമില്ലായിരുന്നു. രഹസ്യമായി ഒരു ബന്ധുവിന്റെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അങ്ങനെ ജെഡിന്റെ ജീവൻ തിരിച്ചുകിട്ടി. അപ്പോൾ അവന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും രാശീലിനെ വിടില്ലെന്ന് അവൻ ഉറപ്പിച്ചു. സുഖം പ്രാപിച്ച ശേഷം അവൻ കുറെ ശ്രമിച്ചു, പക്ഷേ രാശീലിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. നിരാശനായി. പ്രതികാരത്തെക്കുറിച്ച് ഏകദേശം മറന്നു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം രാശിയിൽ വേറെ കല്യാണം കഴിച്ച് അമേരിക്കയിൽ പോയെന്നറിഞ്ഞു. അപ്പോൾ അവന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ജലന്ധറിൽ നടന്ന ചടങ്ങിനെക്കുറിച്ച് അവന്റെ ബന്ധുക്കൾ വഴി അറിഞ്ഞു. അവൻ ജലന്ധറിൽ എത്തുമ്പോഴേക്കും വൈകിപ്പോയി. രാശിയിൽ ഇന്ത്യയിലുണ്ടെന്ന് അറിഞ്ഞ് അവൻ ഇവിടേക്ക് വന്നു. അവൾ ഒരു വിവാഹ ചടങ്ങ് കഴിഞ്ഞ് അമേരിക്കയിലേക്ക് പോകുമെന്ന് അവന് വിവരം ലഭിച്ചു. ജെഡ് അപകടകരമായ തീരുമാനത്തോടെ ബൈക്കിൽ പുറപ്പെട്ടു. ഇവിടെയെത്തി അൽക്ക ഭാട്ടിയയുടെ വീടിന് ചുറ്റും കറങ്ങാൻ തുടങ്ങി. വീട്ടിൽ കല്യാണത്തിരക്ക് കാണുന്നുണ്ട്, പക്ഷേ രാശീലിനെ കണ്ടില്ല. അകത്തേക്ക് എങ്ങനെ കയറണമെന്ന് അവൻ ആലോചിച്ചു. 2ാം ദിവസം ട്രാഫിക് പോലീസുകാർ അവനെ തടയാൻ ശ്രമിച്ചു. അവന്റെ ബൈക്ക് നമ്പർ വേറെ സംസ്ഥാനത്തേതായതുകൊണ്ട് പോലീസിന് സംശയം തോന്നി. അവൻ വേഗത്തിൽ പായുകയായിരുന്നു. അവന്റെ കയ്യിൽ ലൈസൻസില്ലാത്ത തോക്കുണ്ടായിരുന്നു. രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ ബൈക്കിന്റെ ഹാൻഡിൽ തട്ടി ഒരു പോലീസ് താഴെ വീണു. ജെഡ് വേഗത്തിൽ നഗരം കടന്നുപോയി. കുറച്ചുദൂരം പോയപ്പോൾ പോലീസ് വാനിന്റെ സൈറൺ കേട്ടു. അവൻ അതിവേഗത്തിൽ ബൈക്ക് ഓടിച്ച് രക്ഷപ്പെട്ടു. ഒരു മരത്തിനു പിന്നിൽ ഒളിച്ച് പോലീസിനെ വെട്ടിച്ചു. അവൻ വേറെ ജില്ലയിലേക്ക് കടന്നു. അവിടെ അവൻ ഒരു സാധാരണക്കാരനെപ്പോലെയായിരിക്കുമെന്ന് കരുതി. വിശപ്പ് തോന്നിയപ്പോൾ ഒരു ദാബക്കെടുത്ത് നിർത്തി. ഭക്ഷണം ഓർഡർ ചെയ്ത് കട്ടിലിൽ കിടന്നു. 2 ദിവസത്തിനു ശേഷം വീണ്ടും അൽക്ക ഭാട്ടിയയുടെ വീട്ടിലേക്ക് പോകണമെന്നായിരുന്നു അവന്റെ പ്ലാൻ. അവൻ വയറുനിറയെ ഉണ്ടിട്ട് കട്ടിലിൽ ഉറങ്ങി. തളർച്ച കാരണം അവൻ ആഴത്തിലുള്ള നിദ്രയിലായി. നിദ്രയിൽ ആരോ നിലവിളിക്കുന്നത് കേട്ട് അവൻ എഴുന്നേറ്റ് നോക്കി. 2 പോലീസുകാർ അവന്റെ കട്ടിലിന് അരികിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ജെമിനായി റിവ്യൂവും സമാപനവും.
പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എപ്പിസോഡ് 70 മോശം പ്രവൃത്തികൾക്ക് ലഭിക്കുന്ന ഫലത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചുമുള്ള കഥയാണ്. യഥാർത്ഥ പ്രണയത്തിനു മുന്നിൽ പ്രതികാരത്തിന് സ്ഥാനമില്ലെന്ന് ഇത് തെളിയിക്കുന്നു. എപ്പിസോഡ് 70 സമാപ്തം.